വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ബിഗ് ടി വി ഫൈനൽ ഇലക്ഷൻ സർവേയിൽ നമ്മൾ ഇനി പോകുന്നത് കളമശ്ശേരിയിലേക്കാണ്. എറണാകുളം ജില്ലയിൽ CPIM-ന് വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഒന്നാമതാണ് കളമശ്ശേരി. മണ്ഡലം നിലനിർത്താൻ LDF സ്ഥാനാർത്ഥി P. രാജീവ് വീണ്ടും കളത്തിലിറങ്ങുന്ന മണ്ഡലമാണ്. ലക്ഷ്മി പത്മ, കളമശ്ശേരിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ കളത്തിലെ കളി എങ്ങനെയാണ്, കണക്കുകളിലെ കളി എങ്ങനെയാണ് എന്നതാണ് അറിയേണ്ടത്. P. രാജീവിന് മണ്ഡലം നിലനിർത്താൻ കഴിയുമോ? അവിടെ UDF നിയോഗിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ ഗഫൂറിനെയാണ്. മണ്ഡലം പരിചിതമാണ് അബ്ദുൾ ഗഫൂറിന്. സ്ഥാനാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. BJP-ക്ക് വേണ്ടി MP ബിനുവാണ് മത്സരിക്കുന്നത്. അപ്പോൾ മന്ത്രി എന്ന നിലയിൽ P. രാജീവിന് ഒരു കടുത്ത മത്സരം നേരിടേണ്ടി വരും. തീർച്ചയായും കടുത്ത മത്സരം നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ഇബ്രാഹിം കുഞ്ഞിന്റെ മണ്ഡലമായിരുന്നല്ലോ. ആ മണ്ഡലമാണ് കഴിഞ്ഞ തവണ അട്ടിമറി ജയത്തോടെ, വലിയ ഭൂരിപക്ഷത്തോടെ P. രാജീവ് നേടുന്നത്. അപ്പോൾ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ വി അബ്ദുൾ ഗഫൂറിനെ തന്നെ അവിടെ മത്സരത്തിനിറക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ലീഗിന്. അവർ ഗംഭീരമായി അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നുണ്ട്. അതേസമയം CPM-നകത്ത് ചില സംഘടനാ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നത് മാത്രമല്ല, അവരുടെ ഫീൽഡ് വർക്ക് 20% വീടുകളിൽ പോലും ഇതുവരെയും ഇലക്ഷൻ സ്ക്വാഡ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിവരം. എൻ്റെ ഒരു തോന്നൽ അവിടെ വി അബ്ദുൾ ഗഫൂർ മണ്ഡലം പിടിക്കും എന്നുള്ളതാണ്. ലീഗിൻ്റെ ആ മണ്ഡലം, ലീഗിൻ്റെതായിരുന്ന മണ്ഡലം തിരികെ പിടിക്കും P. രാജീവിൽ നിന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, അപ്പോൾ ആ തോന്നൽ പോലെയാണോ കളമശ്ശേരിയിലെ കാര്യങ്ങൾ എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട സംശയം വരാനുള്ള കാരണം P. രാജീവിന് ആ മണ്ഡലം പരിചിതമാണ്. സ്ക്വാഡ് വർക്ക് പഴയതുപോലെ നടത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല P. രാജീവ് പ്രചാരണത്തിനിടയിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ മണ്ഡലം അത് എനിക്കൊരു വെല്ലുവിളിയേ അല്ല, ഇത് എനിക്കൊപ്പം തുടരുമെന്നാണ്. കഴിഞ്ഞ തവണത്തെ അതേ എതിരാളികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെ? ഒരേ ഫൈറ്റ്, ഒരേ രണ്ടുപേര്. P. രാജീവിന്റെ എതിരാളി കഴിഞ്ഞ തവണയും അബ്ദുൾ ഗഫൂർ തന്നെയായിരുന്നു. ഇത്തവണയും സെയിം പോരാട്ടമാണ് നടക്കുന്നത്. ഇക്കാര്യത്തിൽ കളമശ്ശേരി ചുവക്കുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് സ്പീഡോമീറ്ററിലേക്ക് പെട്ടെന്ന് പോകാം. ഇലക്ഷൻ സ്പീഡോമീറ്ററിലേക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കളമശ്ശേരിയിൽ ഇക്കുറി ആരെ തുണയ്ക്കും എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ പരിശോധിക്കാം. ആ സ്പീഡോമീറ്ററിൽ LDF UDF എന്നതിൽ നിന്ന് മാറ്റമില്ല. ലക്ഷ്മി പത്മ, LDF-ന്റെ സ്ക്വാഡ് വർക്ക് അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മുടെ ഗ്രൗണ്ട് റിയാലിറ്റി പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ അതേക്കുറിച്ച് വ്യക്തമായി സംസാരിക്കാം. അപ്പോൾ കളമശ്ശേരി LDF-നൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ 33 മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണ്. ഒരു പക്ഷേ വലിയൊരു UDF തരംഗമുണ്ടായാൽ ലീഗ് വിചാരിക്കുന്നത് പോലെ, ലീഗ് എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് വിജയിക്കാനാണ്. അപ്പോൾ മുൻ മന്ത്രി മത്സരിച്ച മണ്ഡലമാണ്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇക്കുറി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല ഘടകങ്ങൾ അവിടെ ജനത്തിന് മാർക്കിടാനായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അഴിമതി, പഞ്ചവടിപ്പാലം, അതെല്ലാം ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ മറുഭാഗത്തും നീക്കങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല മന്ത്രി എന്നുള്ള നിലയിൽ P. രാജീവിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ എല്ലാവരും തന്നെ അംഗീകരിക്കുന്നതുമാണ്. ഒരു മികച്ച മന്ത്രി എന്ന നിലയിൽ തന്നെയാണ് P. രാജീവിനെ കാണുന്നത്. അതിന്റെ ഒരു മെച്ചം അദ്ദേഹത്തിന് ഒരുപക്ഷെ മണ്ഡലത്തിൽ ഉണ്ടാകാം എന്ന് തോന്നുന്നു. അപ്പോഴും ഈ പ്രശ്നങ്ങൾ, ഞാൻ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ എൻ്റെ മനസ്സിൽ അത് ശക്തമായി തന്നെയുണ്ട്. മാത്രമല്ല ഞാൻ അങ്ങനെ പറയാൻ എൻ്റെതായ റീസൺ എന്താണെന്ന് വെച്ചാൽ, ലീഗിന്റെ മണ്ഡലമാണ്. ലീഗിന്റെ മണ്ഡലങ്ങളിലൊന്നും തന്നെ അവർ നമുക്കൊരു അണ്ടർ പെർഫോമർ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് ഇക്കുറി പറയാൻ പറ്റില്ല. നമുക്ക് ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് ലീഗിന്റെ ഒരു മണ്ഡലങ്ങളിലും പറയാൻ കഴിയില്ല. വടക്കൻ കേരളത്തിലെ സ്ഥിതി പൊതുവെ നോക്കിയാൽ നമുക്ക് തെക്കൻ കേരളത്തിൽ കാണുന്നത് പോലെയോ മധ്യ കേരളത്തിൽ കാണുന്നത് പോലെയുള്ള സ്ഥാനാർത്ഥിത്വത്തിലെ പ്രശ്നങ്ങൾ UDF-നകത്ത് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഞാൻ. ശരി, അപ്പോൾ ആത്മവിശ്വാസം പോലെ UDF-ന്റെ 100+ അവർക്ക് കിട്ടണമെങ്കിൽ കളമശ്ശേരി പിടിച്ചേ തീരൂ. അപ്പോൾ അതുകൂടിയുണ്ട് ലക്ഷ്മിയുടെ നിഗമനത്തിൽ പിന്നിലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ കളമശ്ശേരി നിലവിൽ ചുവന്നു കിടക്കുകയാണ്. നിലവിൽ ആ ചിരി പിണറായി വിജയന്റെ മുഖത്താണ്. 33 മണ്ഡലങ്ങളിലെ ഫലപ്രഖ്യാപനമാണ് നമ്മളിപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ 33 ഇടങ്ങൾ പൂർത്തിയാകുമ്പോൾ 18-14 എന്ന നിലയിലാണ് ആ ടാലി നിൽക്കുന്നത്.